RSSന്റെ സ്വപ്നത്തിലുള്ള ഇന്ത്യ മുസ്ലിങ്ങളില്ലാത്ത ഇന്ത്യ, ക്രൈസ്തവരില്ലാത്ത ഇന്ത്യ, കമ്മ്യൂണിസ്റ്റുകാരില്ലാത്ത ഇന്ത്യ. അപ്പൊ ചിലരുള്ളിൽ കരുതും നമ്മൾ രക്ഷപ്പെടും. നമ്മൾ ഇതിലൊന്നും പെട്ടയാളല്ല, അങ്ങനെ രക്ഷപ്പെടില്ല. അതാണ് സമീപകാല അനുഭവം. നിങ്ങൾ നോക്കൂ, നരേന്ദ്ര ദാബോൽക്കർ മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ്, കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, ഒന്നുമല്ല. പക്ഷേ ഒരു നരേന്ദ്ര ദാബോൽക്കർ മാത്രമല്ല, ഗോവിന്ദ പൻസാരി, കൽബുർഗി, ഗൗരി ലങ്കേഷ്, ശാന്തനു ഭൗലു, ജസ്റ്റിസ് ലോയ, RB ശ്രീകുമാർ, സഞ്ജീവ് ഭട്ട്, ഞാൻ ഈ പറഞ്ഞവരിൽ ഏറെ പേര് ഇതിനോടകം കൊന്നു തള്ളപ്പെട്ടു. ചിലർ തുറങ്കിലടക്കപ്പെട്ടു. സഞ്ജീവ് ഭട്ട് ഇപ്പോഴും ജയിലും. എന്താണ് തെറ്റ്? മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിൽപ്പെട്ടവരല്ലെങ്കിലും നിങ്ങൾ ഒരു മതനിരപേക്ഷവാദിയാണെങ്കിൽ, നിങ്ങൾ RSSന്റെ ആക്രമണോത്സുകമായ നരമേധങ്ങളെ എതിർക്കുന്ന ഒരു മനുഷ്യസ്നേഹിയാണെങ്കിൽ, ശാസ്ത്രീയമായ ചിന്തയും യുക്തിബോധവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, നിങ്ങളുടെയും ശത്രുപക്ഷത്താണ് RSS. എല്ലാ നന്മയുടെയും അന്ധകരാണ്.